ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ജനപ്രതി ഇവർക്കൊന്നും ഇമാതിരി പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. കാരണം ഒരുപാട് ഔദ്യോഗിക ജോലികളും പാർട്ടി ജോലികളൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനത്തെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിൽ ഈ പൊതുരംഗത്ത് മാത്രമല്ല ഒരു രംഗത്ത് നിൽക്കാൻ യോഗ്യനല്ല. ഇപ്പോൾ ആർക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? നമുക്ക് എല്ലാവരെയും മനസ്സ് ക്യാമറ വെച്ച് പരിശോധിക്കാൻ പറ്റുമോ? AI പോലും കഴിയുന്നില്ല, പിന്നെയാണോ മനുഷ്യന് കഴിയുന്നത്? ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്, ആ പുകഞ്ഞ കൊള്ളിയോട്ട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങൾക്ക് മറ്റു പാർട്ടികളുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുകയും പൊതുസമൂഹത്തിൽ ചീത്തപ്പേരുണ്ടാക്കാനും പാടില്ല. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാർട്ടി നടപടിയെടുക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ മറ്റു പാർട്ടികളുടെ കാര്യങ്ങൾ ഞങ്ങളെ സ്വാധീനിക്കില്ല. ഞങ്ങൾ പാർട്ടിയുടെ അച്ചടക്കവും മാത്രമല്ല, പാർട്ടിയുടെ സൽപ്പേര്, ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സദാചാരമാണ്. ഇപ്പോൾ കിട്ടിയ പരാതി നിങ്ങൾ ഉടൻ തന്നെ DGPക്ക് കൈമാറി കേസെടുക്കാൻ പോകുന്നു. പക്ഷേ സമാനമായ സാഹചര്യങ്ങളിൽ CPM കിട്ടിയ പരാതികൾ അവർ പോലീസ് കൈമാറാതെ കമ്മീഷനുമാക്കി അതിൻ്റെ തീവ്രത ആൾക്കാർ ചെയ്തത് എന്താണ് ഈ ഒരു ഇട്ട? ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം എന്നാണ് പാർട്ടിയുടെ നിലപാട്. അതിനെതിരായിട്ട് ആര് നീങ്ങിയാലും നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ സമാന പരാതികൾ കമ്മീഷനെ വിട്ട് അന്വേഷിപ്പിച്ച CPM പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെതിരെ വലിയ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നു. അല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിമർശനം ഞങ്ങൾ കണക്കിലെടുക്കുന്നേ ഇല്ല. കാരണം അവരുടെ ഒരുപാട് ആൾക്കാരുടെ പേരിൽ പരാതിയുണ്ട്, അത് അവരുടെ സംസ്കാരം. ഞങ്ങളങ്ങനെയല്ല, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മാന്യത വേണം, അതാണ് ഞങ്ങളുടെ നിലപാട്. ഏതാ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. പാർട്ടി ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ലീഡേഴ്സുമായിട്ട് കൂടിയാലോചിച്ച് ഇപ്പോൾ ഓൺലൈനിൽ ചേരാലോ വേണമെങ്കിൽ. ഏതായാലും ഞാൻ പ്രസിഡൻറ്റുമായിട്ട് എല്ലാ കാര്യവും സംസാരിച്ചിട്ടുണ്ട്.